നമസ്കാരം നമസ്കാരം നമസ്കാരം. നമസ്കാരം. എന്നെ മനസ്സിലായോ? ആ മനസ്സിലായി മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? അല്ലാതെ ഏതോ ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു അച്ഛൻ, ഒരു പിതാവ് ആഹാ. കണ്ടാൽ അങ്ങനെ തോന്നും. എന്നെയോ? ആ അച്ഛനാ? ആ ഞാനോ? ആ ഇവിടെ എനിക്ക് അതിന് മാത്രം പ്രായമൊന്നും ആയിട്ടില്ല. ഇല്ലേ കണ്ടാ അങ്ങനെ പറയാ. എന്റെ അമ്മ പറഞ്ഞത് എന്താണെന്നറിയോ? ആ ഞാനിതുവരെ ജനിച്ചിട്ടില്ലെന്നാണ്. ശ്ശേ, ആ അത് ശരി. ആ എന്നെക്കാരും നിങ്ങൾ അച്ഛാന്ന് വിളിക്കുന്നത്? അയ്യോ സോറി സോറി, ജനിക്കാത്ത ആളെ നമ്മള് അച്ഛാന്ന് വിളിച്ചതിൽ മാഫി ചോദിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? ആ. ഈ കളിപ്പാട്ടമൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോകണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു മക്കൾക്ക് വേണ്ടി കളി സാധനങ്ങൾ മേടിച്ചോണ്ട് പോകുന്ന അച്ഛനാണ്. വൈഫിന് വേണ്ടി കോടം അതൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. ഇതൊന്നും കളിപ്പാട്ടമല്ല, പിന്നെ ഞാനൊരു ഗെയിമറാണ്. കണ്ടില്ലേ, ബോളൊക്കെ കണ്ടില്ലേ? ആ അയ്യോ ഇത് നെയ്മറാണ്, ലോകകപ്പ് വഴിയാണ്. ഈ വഴി ഇപ്പൊ ഇങ്ങനെ ആയോ ലോകകപ്പ് കഴിഞ്ഞപ്പോഴേക്ക്? ഇവിടെ നെയ്മർ അല്ല, പിന്നെ ഞാൻ ഗെയിമറാണെന്നാ പറഞ്ഞത്. ഓ, TV ചാനലുകളിലൊക്കെ ആ. ഗെയിം ഷോ ഇല്ലേ, അതൊക്കെ ഞാനാണ് പറഞ്ഞു ആ കൊടുക്കുന്നത്. അത് പറ. നമ്മള് ഗെയിമർ നെയ്മർ എന്നാ കേട്ടത്. ഗെയിം നടത്തുന്ന ആളാണ്, അതെ, അതെ. ഗെയിം മാസ്റ്റർ. ഓക്കെ ഓക്കെ. ഇതൊക്കെ എന്റെ പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് ഇല്ലാതെ ഗെയിം ചെയ്യത്തില്ല നിങ്ങള്? പ്രോപ്പർട്ടീസ് ഇല്ലാതെ എങ്ങനെയാണോ ഗെയിം ചെയ്യുന്നത്? അതൊക്കെ അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്താലേ നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കത്തുള്ളൂ. അല്ലാതെ എല്ലാവരും ഇങ്ങനെ പ്രോപ്പർട്ടീസ് വെച്ച് മാത്രം ചെയ്യാൻ അതൊരു സുഖമല്ല. പ്രോപ്പർട്ടീസ് ഇല്ലാതെ ഗെയിം ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓഡിയൻസിനെ വെച്ച് ഞാൻ ഗെയിം ചെയ്താലോ? പ്രോപ്പർട്ടീസ് ഇല്ലാതെ അതങ്ങനെ അങ്ങനെ നമ്മൾ സമ്മതിക്കുന്നു. ഓഡിയൻസിനെ വിളിച്ച് വെളിയിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് ഗെയിം നടത്തും. അത് എന്ത് ഗെയിമാണ്? നക്ഷത്രം എറിഞ്ഞിടണം. ആക്കിയതാണല്ലേ? ആ, അല്ലാതെ പ്രോപ്പർട്ടി ഇല്ലാതെ എങ്ങനെയാണോ ഗെയിം ചെയ്യാൻ പറ്റുന്നത്? ഓ അത് ശരി. അത് എന്നാ പിന്നെ അങ്ങനെ. എന്റെ പെങ്ങളുടെ കല്യാണം പോലും ഞാനൊരു ഗെയിം മാഷ് ആയതുകൊണ്ട് ഞാൻ ഗെയിമിലൂടെയാണ് കല്യാണം നടത്തിയത്. അതെങ്ങനെയാണ്? ഒരു മാല മാത്രം പ്രോപ്പർട്ടി ആക്കിക്കൊണ്ടാണ് ഞാൻ കല്യാണം നടത്തിയത്. അശ്ശോ, അതെങ്ങനെയാണ്? അളിയൻ വരുന്നു, ആ അളിയനെ വരുന്നു, സ്വീകരിക്കാൻ വരുന്നു, അളിയനെ സ്വീകരിച്ച് അവിടെ കൊണ്ടിരുത്തുന്നു. ആ ആ പെങ്ങളെ കൊണ്ട് കതിർമണ്ഡലത്തിൽ ഇരുത്തുന്നു, അളിയനെ വെളിയിലിരുത്തും. എന്നിട്ട് മാല കൊടുക്കും, എറിഞ്ഞ് കഴുത്തലിട്ട് കല്യാണം ചെയ്തോളാം. അത് ശരി, കല്യാണം കഴിച്ചോളാൻ പറഞ്ഞു. അത് ശരി. ഈ നാറി ഒരു 150 പ്രാവശ്യം എറിഞ്ഞു, എന്നിട്ടും പെങ്ങളുടെ കഴുത്തെ മാല വീണില്ല. അയ്യോ, എന്തായി? അവസാനവും പാചകത്തിന് വന്ന ആള് ഒറ്റ എറിഞ്ഞ് കഴുത്തലിട്ടു. ഇപ്പൊ 3 മക്കളുണ്ട്. വെരി ഗുഡ്. അങ്ങനെ വേണം. ഇവിടെ സാധാരണ ഗെയിം നടത്തുമ്പോൾ ഒന്നേ ബില്ല് ജയിക്കും, അല്ലെങ്കിൽ ഞാൻ ജയിക്കും. ഉല്ലാസം ബിനു ആണെങ്കിൽ അല്ലെങ്കിൽ ഉല്ലാസ് ജയിക്കും. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ഗെയിം നടക്കുമ്പോൾ. അതെ അതെ. ഇവിടെ ഞാൻ ജയിക്കും. അതെങ്ങനെ? ഈ കുടം വെച്ച് ഞാൻ ഒരു ഗെയിം പ്ലാൻ ചെയ്യാൻ പോവാണ്. ആണോ? ഈ കുടം വെച്ച് ഒരു ബെറ്റ് ഉണ്ട്. വിജയിക്കുന്ന ആൾക്ക് 1,00,000 രൂപ. 1,00,000 രൂപ. നിങ്ങൾ ജയിക്കുവാണെങ്കിൽ 1,00,000 രൂപ തരും. അതെന്തായാലും ഞങ്ങൾ തോറ്റാൽ നിങ്ങൾക്ക് 1,00,000 രൂപ അല്ലേ? 1,00,000 രൂപ തരണം. ശരി ശരി. അതായത് ഈ കുടത്തിൽ വെള്ളം നിറച്ച് 5 മിനിറ്റ് കൊണ്ട് ആ വെളിയിലിരിക്കുന്ന ടാങ്ക് നിറയ്ക്കണം. 5 മിനിറ്റാ? 5 മിനിറ്റ് സമയം തരും. അതൊക്കെ ഈസിയാണ്. ശരി, എങ്കിൽ ഞാൻ നോക്കിട്ട് വരും. 1,00,000 രൂപയാണ്. 1,00,000 രൂപ. നിസ്സാര ഗെയിം അല്ല ഇത്. 1,00,000 രൂപയാണ്. അത് ഞാൻ അടിച്ചെടുക്കാം. 5 മിനിറ്റ് സമയത്തിനുള്ളിൽ 5 മിനിറ്റ് സമയം ഈ കുടത്തിൽ വെള്ളം നിറച്ച് ടാങ്ക് നിറയ്ക്കണം. ഓക്കെ ഓക്കെ, ഞാൻ എന്താ വരുന്നത്? ഇപ്പൊ വരാം. ശരി. ഒരുമാതിരി ഒറ്റ അടിയാൻ തരും കേട്ടോ. മൂടില്ലാത്ത മൂടില്ല ഇതിന്. ഇത് വെച്ച് എങ്ങനെയാണ് വെള്ളം നിറയ്ക്കുന്നത്? ഇതാണോ ഗെയിം? ഇതാണോ ഗെയിം? അല്ലാതെ ഇയാൾക്ക് 1,00,000 തരാതിരിക്കുവാണോ ഞാൻ? എനിക്ക് ജയിക്കണ്ടേ? എനിക്ക് ജയിക്കാൻ വേണ്ടി വേറെ ഗെയിം പറ. വേറെ പറ്റിക്കാത്ത ഗെയിം ഉണ്ടെങ്കിൽ പറ. വേറെ എന്ത് ഗെയിം? പറ. ഒരു സൈക്കിൾ ട്യൂബിനകത്തൂടെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇത് കഴുത്തെ കൂടിട്ട് ഈ പാദത്തിന്റെ ഇറക്കുന്ന ആൾ വിജയിക്കും. നിങ്ങൾ 2 പേരോട് മത്സരിക്കുന്നു. എന്ത് പറയുന്നു? അത് വേണ്ട, അത് നിങ്ങളെ ചെയ്ത് കാണിക്കാം. ഞാൻ ചെയ്തോളാം. ഞാൻ ചെയ്ത് കാണിക്കുന്നു. നിങ്ങൾ അല്ല, എന്തിനാണ് ചെയ്ത് കാണിക്കുന്നത്? ഇത് ഈസി അല്ലേ? ഇല്ല, നിങ്ങൾ ചെയ്ത് കാണിക്കും. നിങ്ങൾ ഈസി തരം ഞങ്ങളൊന്ന് കാണട്ടെ. ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ചെയ്യിപ്പിക്കാറേ ഉള്ളൂ. ചെയ്തേ പറ്റൂ. ചെയ്തില്ല എന്നാ പിന്നെ വേറെ കാര്യം ചെയ്യാം. ഈ റിംഗല്ലേ, ഈ റിങ്ങിനകത്തൂടെ ഇത് ഇറക്കി താഴെ കൊണ്ടുവരണം. പറ്റുമോ? നിങ്ങൾ ചെയ്ത് കാണിക്കാം, അപ്പൊ നമ്മൾ ചെയ്യും. ഇതെല്ലാം ഞാൻ ചെയ്ത് കാണിച്ചാലേ നിങ്ങൾ ചെയ്യത്തുള്ളൂ. നിങ്ങൾ ആ സൈസ് പണി കാണിച്ചില്ലേ? നിങ്ങൾ അത് വഞ്ചനയല്ലേ കാണിച്ചത്? കുടം നിങ്ങൾ മൂടി വെട്ടിയത് തന്നിട്ട്. ശരി, ഞാൻ ചെയ്ത് കാണിക്കാം. ഓക്കെ. ഇതാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്. ഈ കിടന്ന് പൊളയുന്ന ഇതുപോലെ നമ്മൾ പൊളയാൻ സഹായിക്കണോ? സഹായിക്കണോ? താത്തോട്ടൊന്ന് ഒന്ന് ഊർത്തി തന്നാ മതി. ഞാൻ ഊർത്തി തന്നാലേ. ഓക്കെ ചെറുതായിട്ട് പോട്ടെ. അടക്കല്ലേ,
അടുക്കല്ലേ. അയ്യോ കാലൊക്കെ വരയ്ക്കുന്നല്ലോ. ഇങ്ങനെ കാലൊക്കെ വരയ്ക്കുന്ന വേണം. കാലൊക്കെ വരയ്ക്കുന്നു അങ്ങനെ നിൽക്കുക. പോകരുത്. ഇല്ല പോവും. ഇതൊന്ന് ഇറക്കി തന്നിട്ട് ആ ഇറക്കി തരുന്നില്ല. നീ ആദ്യം കാണിച്ച അപ്പോഴേ എനിക്കറിയാം ഒരു പണി കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. സത്യം. ഇവിടെ അപ്പുറത്തൊരു ലൈത്ത് ഇല്ലേ? ലൈത്തിന്റെ അപ്പുറം. അവിടെ പോയിട്ട് കട്ട് ചെയ്തിട്ട് രക്ഷപ്പെട്ടു. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ മറ്റേ സൈക്കിൾ ട്യൂബിനകത്തൂടെ. അല്ല വേണ്ട വേണ്ട, ഇത് അപ്പൊ അവിടെ ആദ്യം പോയി കട്ട് ചെയ്ത് രക്ഷപ്പെടാൻ നോക്ക്. ഏതാ? ഇങ്ങനെ അങ്ങ് പൊയ്ക്കോ. ഇനി മേലെ ഇത്തരത്തിലുള്ള ഗെയിമായിട്ട് ഈ ഫ്ലോറിൽ പറഞ്ഞിരുന്നു. അതിനപ്പുറത്ത് ലൈറ്റ് ഉണ്ട്. അങ്ങനെ ഇങ്ങനെ പൊയ്ക്കോ. എന്നാ ഞാൻ കട്ട് ചെയ്തിട്ട് വന്ന് കാണിക്കാം. കട്ട് ചെയ്തിട്ട് വന്നു പാപ്പാ, അതാ നല്ലത്. പോട്ടെ, അങ്ങനെ പോട്ടെ.